സ്വാധീനിക്കുന്നത്? താങ്കളുടെ പ്രിയപ്പെട്ട പുസ്തകം ഏതാണ്? എന്തുകൊണ്ട്? അനേകം പുസ്തകങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. പക്ഷേ ഒരു പുസ്തകത്തിനോട് എനിക്കൊരു പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അതെൻ്റെ പ്രിയപ്പെട്ട പുസ്തകമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച എൻ്റെ അപ്പച്ചൻ വാങ്ങി തന്ന ഒരു പുസ്തകമാണ്. കുട്ടികളും കളിത്തോഴനും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. റഷ്യൻ ബാലസാഹിത്യമാണ്. സാറിന് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാർ ആരൊക്കെയാണ്? അവരാകാനുള്ള കാരണം എന്താണ്? പുസ്തകങ്ങൾക്ക് ലോകത്തെ ശരിക്കും മാറ്റാൻ കഴിയാൻ പറ്റും. സാർ, നമുക്ക് നമ്മുടെ ഈ കാലത്ത് പല തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിൽ നിന്ന് എങ്ങനെയുള്ള ഒരു പുസ്തകം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? എൻ്റെ പേര് കെവിൻ. മിക്ക എഴുത്തുകാർക്കും അവരവരുടെ ഒരു തൂലിക നാമമുണ്ടാകും. താങ്കളുടെ തൂലിക നാമം? ഇനി വരും കാലങ്ങളിൽ പുസ്തകങ്ങളുടെയും വായനയുടെയും ഭാവി എന്താണ്? വായന അതിജീവിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിജീവിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പലവിധ സാങ്കേതിക വിദ്യകളും ടെക്നോളജിയും ഒക്കെ കാലഘട്ടപ്പെട്ടു പോയി. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ കാലഘട്ടപ്പെട്ടു പോയി. പുസ്തകം മാത്രമാണ് അതിജീവിച്ചത്. സോഷ്യൽ മീഡിയയോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞില്ലേ, പുസ്തക വായനയും നടക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ നമ്മുടെ വായനയെ സഹായിക്കുകയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ വായനയുടെ കുറേ ഗുണങ്ങൾ, നിങ്ങൾ തന്നെ പല ഗുണങ്ങളും പറഞ്ഞു, അതും സോഷ്യൽ മീഡിയയിൽ കൂടെ ലഭ്യമാവുകയില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ലെങ്കിൽ മൊബൈലുകളുടെയും ഗെയിമുകളുടെയൊക്കെ ലോകത്ത് പൂർണ്ണമായിട്ടും, അത് വേണ്ടെന്ന് ഞാൻ പറയില്ല, ലോകത്ത് ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവനശേഷിയും സർഗസിദ്ധിയും ചിന്തകളൊക്കെ മരവിക്കും. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ചാലക്കുടിയുടെ അഭിമാനമായിട്ടുള്ള കാർമൽ അക്കാഡമിയിലാണ്. ഈ സ്കൂളിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ഞെട്ടിപ്പോകും. വളരെ മനോഹരമായിട്ടുള്ള, ഇവിടുത്തെ കുട്ടികളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്കൂളിൽ പഠിക്കാമെന്ന് പറഞ്ഞ സംഭവമാണ്. ഞാൻ ഈ സ്കൂളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ICSE സിലബസ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ്. പക്ഷേ ഇവിടെ മലയാള ഭാഷയോട് യാതൊരു അയിത്തവുമില്ല. ഏറ്റവും നന്നായിട്ട് മലയാള ഭാഷ ഉപയോഗിക്കാനും അതിൽ നല്ല രീതിയിൽ പ്രാവീണ്യം നേടാനായിട്ടുള്ള വിദ്യാഭ്യാസ അധ്യയന രീതിയാണ് ഈ കാർമൽ അക്കാഡമിയിൽ പ്രിൻസിപ്പാൾ അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളത്. വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് വായന വാരാചരണമാണ് കാർമൽ അക്കാഡമിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ICSE സിലബസ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന വളരെ അപൂർവമായിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രിൻസിപ്പാൾസിനും അതുപോലെ തന്നെ അധ്യാപകരും എല്ലാം തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള അങ്കമാലി കറുകുറ്റി ഭാഗത്ത് മൗലികമായ രചനകളിലൂടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കഥാസമാഹാരങ്ങൾ രചിച്ചിട്ടുള്ള നെൽസൺ ജി ആണ് ഇന്നിവിടെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷന് വേണ്ടി വന്നിട്ടുള്ളത്. എങ്ങനെയാണ് കുട്ടികൾക്ക് ഒരു നല്ല എഴുത്തുകാരനാവാൻ സാധിക്കുക, എങ്ങനെയാണ് വായനയിൽ മുഴുകാൻ സാധിക്കുക, ഇതൊക്കെയാണ് നെൽസൺ ജി ഇവിടെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ അകത്തളങ്ങളാണ്. നമുക്ക് നേരെ ഇൻട്രാക്ഷൻ ഹാളിലേക്ക് കടന്നില്ല. ഇരുട്ടിനെ തട്ടിമാറ്റി വെട്ടത്തിന്റെ പ്രയോക്താവും വക്താക്കളുമായി മാറ്റാൻ കഴിയുന്ന വായനയിലേക്ക് കൈപിടിച്ചുയർത്താൻ നമ്മുടെ കാർമൽ അക്കാദമി വായനാവാര ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാഹിത്യ സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വായനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചേട്ടൻ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് മീറ്റിംഗിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട ജാസ്മിൻ മാമിന്റെ സഹോദരൻ ബഹുമാന്യനായ നെൽസൺ സാറിനെ ഏറെ സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കുറച്ച് പേരെങ്കിലും എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കാർമൽ അക്കാഡമിയിൽ നിന്ന് ഉണ്ടാവണം എന്നൊരു ആഗ്രഹം കൂടി കൊണ്ടാണ് നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പോൾ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമ്മൾ ജർമ്മനും പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഷകളിലൊക്കെ പ്രാവീണ്യം കൈവരിക്കുകയും
ആഗ്രഹിക്കുന്ന ആശയങ്ങൾ ആ ഭാഷയിൽ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ സമൂഹത്തിനെ പുരോഗതിക്ക് സഹായിക്കുന്ന വിധത്തിൽ എഴുതാനായിട്ട് കഴിയട്ടെ. യഥാർത്ഥത്തിൽ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ വായനയുടെ എഴുത്തച്ഛൻ എന്ന് പി.എൻ. പണിക്കരെ വിശേഷിപ്പിക്കാം. ഈ പുസ്തക സ്നേഹിയുടെ ശ്രമഫലമായാണ് കേരളത്തിൽ വായനയുടേതായ ഒരു സംസ്കാരം രൂപപ്പെട്ടത്. യഥാർത്ഥത്തിൽ പി.എൻ. പണിക്കരെ പുസ്തക മനുഷ്യൻ എന്ന് പറയാം. ഈ പുസ്തക മനുഷ്യനെ ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ ഒരാളായിട്ട് ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. വായിക്കാത്ത ഒരാൾക്ക് ഒരു ജീവിതമേ ഉണ്ടാവുകയുള്ളൂ. വായിക്കുന്ന ഒരു മനുഷ്യന് ഒരു ജീവിതത്തിനോടൊപ്പം അനേകം ജീവിതങ്ങളുണ്ടാവും. സ്നേഹവും സഹജീവി സ്നേഹവും കരുണയും വളർത്തി മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുക എന്നുള്ളതാണ് നല്ല പുസ്തകങ്ങൾ ചെയ്യുന്നത്. നോളജും വിസ്ഡവും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. നോളജാണ് അറിവ്, വിസ്ഡം ജ്ഞാനമാണ്. ഒരു വായനക്കാരൻ അവസാനം ഈ ജ്ഞാനത്തിലേക്കാണ് എത്തുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചപ്പാടാണ്, നമ്മുടെ തിരിച്ചറിവാണ്, നമുക്കുണ്ടാവുന്ന ബോധോദയമാണ്. അതാണ് വിസ്ഡം. ഈ വിസ്ഡത്തിലേക്കാണ് വായന മനുഷ്യനെ നയിക്കുന്നത്. മലയാള ഭാഷയ്ക്ക് 2000 വർഷത്തെ പഴക്കമുണ്ട്. ശ്രേഷ്ഠ ഭാഷാ പദവി ഉണ്ട്. വലിയ എഴുത്തുകാരും കവികളുമൊക്കെ മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ കോർപ്പറേറ്റുകൾ, കോടീശ്വരന്മാരൊക്കെ വലിയ വായനക്കാരാണ് എന്ന് നിങ്ങൾക്ക് അറിയുക. ഇപ്പൊ സക്കർബർഗ് നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം ഫേസ്ബുക്കിന്റെ സ്ഥാപകനാണ്, നമ്മുടെ ജീവിതത്തിനെയൊക്കെ സ്വാധീനിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു വായനക്കാരാണ്. മാസത്തിൽ 2 പുസ്തകമെങ്കിലും അദ്ദേഹം വായിച്ചിരിക്കും. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളുമായ ബിൽ ഗേറ്റ്സ്, അദ്ദേഹം പ്രശസ്തനായ ഒരു വായനക്കാരനാണ്. അദ്ദേഹം വർഷത്തിൽ 50 പുസ്തകമെങ്കിലും വായിക്കും. ഈ പുസ്തക വായന അവരുടെ മസ്തിഷ്കത്തെ ഊർജ്ജസ്വലമാക്കുന്നു. പുതിയ ആശയങ്ങൾ അവർ കണ്ടെത്തുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അവരെ നയിക്കുന്നു. കഥാസമാഹാരങ്ങളാണ് ഷോർട്ട് സ്റ്റോറീസ്. ആദ്യത്തെ പുസ്തകം വെറോണയിലെ രാത്രികൾ, രണ്ടാമത്തെ പുസ്തകം ബൈസ്റ്റാൻഡർ, മൂന്നാമത്തെ പുസ്തകം ആത്മാക്കളുടെ മഴ, ഏറ്റവും അവസാനം തുടങ്ങിയത് ബുദ്ധമയൂരം. ഈ ബുദ്ധമയൂരം കഴിഞ്ഞ ഡിസംബറിനാണ് പ്രകാശിപ്പിച്ചത്. ഇനി എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നോവലാണ്. ഈ കഥയുടെ ആശയങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒരു കഥ എഴുതാൻ തീരുമാനിക്കപ്പെടുകയല്ല. ചില ആശയങ്ങൾ, അതുപോലെ വ്യക്തികൾ, ഓർമ്മകൾ, സ്വപ്നങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു വീഴുകയാണ്, മനസ്സിലേക്ക് വന്നു വീഴുന്നു. അങ്ങേ എഴുത്തുകാരനെ വായന എങ്ങനെ സ്വാധീനിച്ചു? വായനയാണ് എഴുത്തിനേക്കാളും എനിക്കിഷ്ടം. വായിക്കാൻ ഒത്തിരി സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ട് കുട്ടിക്കാലം മുതലേ. വായനയുടെ സ്വഭാവം എങ്ങനെയാണ്? വായനയുടെ ഒരു സ്വഭാവം പിൽക്കാലത്ത് വളർന്നു വന്നതാണ്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചു. ഓരോരുത്തരുടെയും ചില അഭിരുചികളുണ്ട്, ടേസ്റ്റുകളുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ വായനയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മേഖല സാഹിത്യമായിട്ടാണ്, ലിറ്ററേച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ചരിത്രവും ഫിലോസഫിയും ഒക്കെ വായിക്കാൻ തുടങ്ങി. ഇങ്ങനെ വായനയില് ഒരു ബുക്കിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാൻ ഇഷ്ടപ്പെടും? ഉള്ളിലൊരു ലോകം, ഭാവനയുടെയും ചിന്തയുടെയും ഒക്കെ ഒരു ലോകം നിങ്ങളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ ലോകം തുടർന്ന് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കും. കഥ പറയുന്ന രീതി പുതുമയുള്ളതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അവിടെയാണ് സാങ്കേതിക വിദ്യ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നത്. പക്ഷെ അത് ക്രിയേറ്റിവിറ്റിനെ, സർഗാത്മകതയെ ബാധിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. സാങ്കേതിക വിദ്യ മുളച്ചു നിൽക്കരുത്. വായിക്കണം എന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ചെറുകഥ ഏതാണ്? അല്ലെങ്കിൽ സാർ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുട്ടികൾ വായിക്കണം എന്ന് പറയുന്ന കഥ ഏതാണ്? എൻ്റെ കഥയാണെങ്കിൽ ആത്മാക്കളുടെ മഴ എന്ന് പറയുന്ന കഥയുണ്ട്. അത് കുട്ടികൾ വായിക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ട്. ഇനി മലയാള സാഹിത്യത്തിലാണെങ്കിൽ ടി പത്മനാഭന്റെ കഥകളുണ്ട്, എംടിയുടെ കഥകളുണ്ട്. ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി, അത് 4 കഥകളൊക്കെ എഴുതിയതാണ്. അത് അതിനേക്കാൾ മുമ്പ് ആശയങ്ങൾ കണ്ടെത്തുകയില്ല, നമ്മുടെ ഹൃദയത്തിൽ വന്ന് പതിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കഥ തുടങ്ങുമ്പോൾ എപ്പോഴെങ്കിലും എങ്ങനെയാ തുടങ്ങണ്ടേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറയുന്നത്? കഥകളും കഥാപാത്രങ്ങളും ധാരാളമുണ്ട്. നമ്മുടെ ചുറ്റും കഥകളുണ്ട്, കഥാപാത്രങ്ങളുണ്ട്, ഉജ്ജ്വലമായ കഥാനിമിഷങ്ങളുണ്ട്. അപ്പോൾ മനസ്സിൽ അനേകം കഥകൾ കിട്ടുന്നുണ്ട്. പക്ഷെ കഥ എങ്ങനെ പറയണം, എങ്ങനെ തുടങ്ങണം, അതിൻ്റെ നേരത്തെ പറഞ്ഞ നരേഷൻ, ആഖ്യാനം, അത് വലിയൊരു വെല്ലുവിളിയാണ്. വായിക്കുക, ജീവിതത്തെ
നിരീക്ഷിക്കുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം വളരെ അർത്ഥവത്തായ ചോദ്യങ്ങളായിരുന്നു. ഇത്രയും നിലവാരമുള്ള പല ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രതിഭകളുടെ ജീനിയസുകളുടെ ലക്ഷണമാണ്. അപ്പോൾ പഠന തിരക്കുകൾക്കിടയിലും സിലബസിൻ്റെ ഭാരങ്ങൾക്കിടയിലും കുറച്ചു നേരം നിങ്ങൾ വായനയ്ക്കായി മാറ്റി വയ്ക്കണം. ആയുസിന്റെ പകുതി ജീവിതവും മറ്റു പകുതി ഓർമ്മകളുമാണ്. നെൽസൺ സാറിന്റെ ഡാനിയൽ എന്ന കഥയിലെ ഒരു വാചകമാണിത്. നെൽസൺ സാറിനെ കുറിച്ച് ലഭിച്ച ഈ ഒരു നാഴിക നമ്മുടെ വായനാ സ്മരണകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ.